ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം വോളറ്റിലിറ്റിയും ബെയറിഷ്നെസ്സും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് റെഡിങ്ടൺ ലിമിറ്റഡ് ആയിരുന്നു. റെഡിങ്ടണിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള സ്റ്റിൽ ആ ഒരു ഏരിയയിൽ തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത്. ഏകദേശം ഒരു റീടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 200 to 210 ഇടയിൽ എവിടെയും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഏകദേശം 205 എന്ന് പറയുന്ന പ്രൈസിലാണ്. പ്രോപ്പർ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് 220 മുകളിലാണ്. നിലവിൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ എൻട്രി ആണെന്നുണ്ടെങ്കിൽ 180, 88 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് അഗെയിൻ റീ എൻട്രി ഒക്കെ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് IRFC ആണ്. IRFC ഏകദേശം ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്തത് അത്യാവശ്യം നല്ല പോസിറ്റീവിൽ തന്നെയാണ്. ഏകദേശം ഒരു 4% മൂവ് നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ പറയുന്ന ഒരു ലെവൽസ് ട്രിഗർ ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 140 to 145 എബോവ് വരികയാണ്. ഈ ഒരു ട്രെൻഡ് ലൈന് സ്റ്റീപ്പി ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ അപ്സൈഡിന് ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടേമിനാണെന്നുണ്ടെങ്കിൽ ഓക്കെ റീസണബിൾ പ്രൈസ് ആണ്, നമുക്ക് കണ്ണും പൂട്ടി എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഷോർട്ട് ടൈമിന് ടെക്നിക്കലി നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് കൂടി കിട്ടിയതിന് ശേഷം എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റിൻ്റെ ലെവൽസൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഈ ഒരു ലെവൽസ് മാർക്ക് ചെയ്യുക. എഗെയിൻ എപ്പോഴാണോ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് നമുക്കപ്പോൾ എൻ്റർ ചെയ്യാം. പിന്നെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ. റിലയൻസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല രീതിയിലുള്ള മൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ പറഞ്ഞൊരു 245 എബോവൊക്കെയാണ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏകദേശം 284, 285 എന്നൊക്കെ പറയുന്ന റേഞ്ച് 15% അപ്സൈഡാണ് സ്റ്റോക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏകദേശം ഒരു 10% മുകളിലെത്തിയപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇർക്കോൺ ഇൻ്റർനാഷണൽ ആണ്. അത് ഏകദേശം നമ്മൾ പറയുന്ന ഒരു റേഞ്ചിലേക്ക് അഗെയിൻ റീടെസ്റ്റ് തന്നു. സ്റ്റിൽ മൂവിങ് ആണ്. ഇപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു റേഞ്ച് തന്നെയാണ്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 220 എബോ 224 എബോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. അതല്ല നിലവിലെ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഒരു 190 അല്ലെങ്കിൽ 185 ബിലോ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് NHPC ആണ്. എൻട്രി ട്രിഗർ ആയിട്ടില്ല. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടേമിന് പോസിബിൾ ആണ്. ഷോർട്ട് ടേമിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ 87 എന്ന് പറയുന്ന ലെവലിൻ്റെ എബോ മാത്രം ബൈ ചെയ്താൽ മതി. ഓക്കെ, എനിവേ നെക്സ്റ്റ് വീക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് തരാനും അതേപോലെ റിട്ടേൺസ് തരാനും സാധ്യതയുള്ള ഷോർട്ട് ടൈമിന് വരുന്ന കുറച്ച് സ്റ്റോക്സ് അതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നൊരു സ്റ്റോക്കാണ് ടൈം ടെക്നോപ്ലാസ്റ്റ്. ടൈം ടെക്നോയുടെ ഡെയിലി ആണെങ്കിലും വീക്ക്ലി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 2018-17 സീസൺ മുതൽ ആ ഒരു ടൈം പീരീഡ് തൊട്ട് 2024 വരെ വരുന്നൊരു ബ്രേക്ക് ഔട്ട് ലെവലിലാണ് നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ്, അതായത് മൾട്ടി ഇയർ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഏകദേശം ടൈം ടെക്നോപ്ലാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. 235 എബോവ് ആണ് ബ്രേക്ക് ഔട്ട് ലെവൽ. നമുക്ക് നിലവിലെ മാർക്കറ്റ് പ്രൈസിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 180 അല്ലെങ്കിൽ 170 ബിലോ 180 ബിലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അതല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് 235 എബോ ആണ്. ബ്രേക്ക് ഔട്ട് ലെവലിന് എബോ ആണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ്. നമുക്കൊരു 30% അപ്സൈഡിന് വരെ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 275 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ 275 അല്ലെങ്കിൽ 277, 275-77 എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റും 300 നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. 235 ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ദീപ് ഇൻഡസ്ട്രീസ്. ദീപ് ഇൻഡസ്ട്രീസും എക്സാക്ട്ലി അത്യാവശ്യം വീക്കിലി ആണെന്നുണ്ടെങ്കിലും ഡെയിലി ആണെന്നുണ്ടെങ്കിലും നിൽക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് പ്രീവിയസ്ലി നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സോൺ എന്ന് പറയുന്നത് 290-300 എന്ന് പറയുന്നതിൻ്റെ പ്രൈസ് റേഞ്ചിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സെല്ലേഴ്സ് സപ്ലൈ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് താഴേക്ക് പോയി പിന്നെ ഒരു സൈഡ് വൈസ് മൂവാണ് സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റത്തെ ദിവസം അതായത് ഫ്രൈഡേയിലെ ക്ലോസിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 12% അപ്സൈഡാണ് സ്റ്റോക്ക് കാണിച്ചിട്ടുള്ളത്. സ്റ്റിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു ലെവലിലാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 296 എബോ നമുക്ക് എൻട്രി പോസിബിൾ ആണ്. 296 എബോ മാത്രം എൻട്രി ചെയ്താൽ മതി. നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്
ഓക്കെ 340 അല്ലെങ്കിൽ 350 എന്ന് പറയുന്ന റേഞ്ച് വരെ അപ്സൈഡ് തരാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 20% ടാർഗറ്റ് നമുക്ക് അപ്സൈഡിലേക്ക് ഉണ്ട്. പക്ഷേ 10% ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാം, ഹാഫ് ബുക്ക് ചെയ്തിട്ട് റൺ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ റിസ്ക്, അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് ട്രയലിംഗ് SL എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ നമുക്ക് പോകാൻ പറ്റും. ഏകദേശം അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു ക്യാൻഡിലിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. അതായത് 296 അബോവ് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 260 ബിലോ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഈ ഒരു ലെവൽ ക്രൂഷ്യലാണ്. അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ കണ്ടുവരുന്നൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ സ്റ്റോക്കിൻ്റെ നെയിം വെച്ച് മാത്രം എൻട്രി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ടെക്നിക്കലി ഇവിടെ പ്യൂറായിട്ട് ലെവൽസ് ഉണ്ട്, അതിനെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് മാത്രം എൻട്രി ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എറർ വരും. എറർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് സംഭവിക്കും. ഇവിടെ എന്ത് മിസ്റ്റേക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ലോസ് വരിക. അപ്പോൾ ഈ ഒരു ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഫെയിലായി പോകുന്നത്. അപ്പോൾ പറയുന്ന ലെവൽസ് മാർക്ക് ചെയ്യാം, അതെന്ത് ചെയ്യാം, ചാർട്ടിലൊന്ന് എടുത്ത് മാർക്ക് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അലേർട്ടുകൾ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ആപ്പിലായി പോലും നിങ്ങൾക്ക് അലേർട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ സെറ്റ് ചെയ്യാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുത്താൽ മതി. ഈ ഒരു എൻട്രി മിസ്സാകുമോ എന്ന് പേടിച്ചിട്ട് സ്റ്റോക്കിൻ്റെ നെയിം കാണുമ്പോഴേക്കും പോയി എൻട്രി എടുക്കലല്ല. പ്യുവറായിട്ടുള്ള ലെവൽസിൻ്റെ എബോവ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ മൂവുകൾ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന അടുത്തൊരു സ്റ്റോക്ക് JSW എനർജി. JSW എനർജിയുടെ ചാർട്ട് പ്രീവിയസ്ലി നോക്കുമ്പോൾ പലപ്പോഴായിട്ട് ഞാൻ എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അത്യാവശ്യം ഇപ്പോൾ നിൽക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമുക്കൊരു റീ എൻട്രി പോസിബിൾ ആയിട്ടുള്ള ഏരിയയിലാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏകദേശം സ്റ്റോക്ക് ഈ ഒരു ലെവലിനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ സ്റ്റോക്ക് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 528 അല്ലെങ്കിൽ 530, പ്യുവർലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 525 to 30 എബവ് മാത്രം സ്റ്റോക്ക് ടെക്നിക്കലി ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം എൻട്രി ചെയ്താൽ മതി. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 470 ബിലോ, അതല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് താത്തി വെക്കുകയാണെങ്കിൽ 460 ബിലോ എന്ത് ചെയ്യാം, ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ലോയിൽ സ്റ്റോപ്പ് ലോസ് ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം എൻട്രി ചെയ്യാം. ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ ഒരു റീടെസ്റ്റ് ഒക്കെ തന്നതിന് ശേഷമായിരിക്കാം സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് മൂവ് ചെയ്തതിന് ശേഷമായിരിക്കും റീടെസ്റ്റ് വരുന്നത്. അങ്ങനെയായിരിക്കാം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. എനിവേ ഇവിടെ ഈ ഒരു ലെവൽസിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് ഏരിയനെ എങ്ങനെയാണ് ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് മാത്രം നമ്മൾ എൻട്രി പ്ലാൻ ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് ഓക്കെ CJ പവർ. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. വീക്ക്ലി ക്യാൻഡിൽസ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിലവിലെ മാർക്കറ്റ് പ്രൈസായ 535 എൻട്രി ചെയ്യാം, അതല്ലെങ്കിൽ ഒന്നുകൂടി ഈ ഏരിയയിലേക്ക് വരികയാണ്. ഇപ്പോൾ 516 to 20 ഇടയിലൊക്കെ സ്റ്റോക്ക് ഒന്നുകൂടി ട്രേഡ് ചെയ്യാൻ വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 480 ബിലോ വെച്ചാൽ മതി. 470 ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 1 hour ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്യണം, അതിന് താഴെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് നോക്കാം. ഓക്കെ, 575 എന്ന് പറയുന്ന ലെവൽസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്. ഈ ഒരു ഏരിയ ടെക്നിക്കലി ആ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഫർദർ അവിടെ വരുന്ന സ്ട്രക്ചറിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ് ട്രെൻഡാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ്ലി നമ്മൾ ബാക്കിലേക്ക് ചാർട്ടുകളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, വീക്കിലി ക്യാൻഡിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, പുൾ ബാക്ക്, അഗെയിൻ അപ് ട്രെൻഡ്, എക്സ്റ്റൻഷൻ, പുൾ ബാക്ക്, എക്സ്റ്റൻഷൻ, പുൾ ബാക്ക്, ഇങ്ങനെ രീതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഹൈയും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തും ഈ ഒരു സ്റ്റോക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എനിവേ ഈ ഒരു വീക്കിലേക്ക് നമ്മൾ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കുകൾ ഇതൊക്കെയാണ്. ഫർദർ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പത്തേക്ക് വീഡിയോയിൽ പറയുന്ന പോലെ നമുക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, ട്രേഡ് ടിപ്സ് ബൈ SMK, അതിൽ ജോയിൻ ചെയ്യാം. എഗെയിൻ പറയുന്നുണ്ട്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി എന്നല്ല. ഈ പറയപ്പെടുന്ന സ്റ്റോക്കുകളൊക്കെ എൻ്റെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെയൊക്കെ കാണിക്കുക. അതിനുശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്താൽ മതി. പ്ലസ് റിസ്ക് മാനേജ്മെൻറ്റ്, പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് ആണ് ഇവിടെ നമുക്ക് ലോങ് ടൈമിലേക്കുള്ളൊരു കീ പോയിൻ്റ് എന്ന് പറയുന്നത്. എനിവേ, താങ്ക് യു.